വഴിയല്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടാ. ഹലോ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മ ഫുൾ ടീമായിട്ട് ഇന്ന് യാത്രയിലാണ്. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നേരെ നമ്മ സൂര്യനെല്ലിക്കാണ് പോണത്. സൂര്യനെല്ലി പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ രാവിലെ കയറിയതാണ്. രാവിലെ കയറി വെളുപ്പിന് 2:30 ഇറങ്ങി. അപ്പൊ അതേ വണ്ടിയിൽ സമയം കാണിക്കുന്നത് 8:07 വളരെ സ്ലോയിലാണ് കയറി പോകുന്നത്. ചുരമൊക്കെ കയറി ഇങ്ങനെ പോന്നോണ്ടിരിക്കണത്. അപ്പൊ വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന പല റോഡിൽ പലതും പൊളിഞ്ഞടക്കുകയാണ്. സൈഡൊക്കെ മൊത്തം പൊളിഞ്ഞടക്കുന്നുണ്ട്. ഭയങ്കര സ്ലോ ആയിട്ടാണ് ഞങ്ങൾ വന്നത്. 4 മണിക്കൂർ കാണിച്ചപ്പോൾ 4 മണിക്കൂർ കണ്ടു പോയി. വണ്ടി ഓടാൻ തുടങ്ങിയിട്ട് 4.5 മണിക്കൂറൊക്കെ. അപ്പൊ അതുകൊണ്ട് നേരെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നേരെ നിങ്ങൾ വീഡിയോ കാണാം. പോണ വഴിയൊക്കെ കണ്ടോ, ഓരോന്ന് ബ്ലോക്ക് നോക്കിയാണ്. ഇതുപോലെ നോക്കി വേണം ഇപ്പൊ സൂര്യനെല്ലിക്ക് പോകാൻ. നല്ല ബ്ലോക്കാണ്. മൂന്നാറും ഇതേ റൂട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുക. വെള്ളച്ചാട്ടം ഇപ്പൊ മൂന്നാറിലോട്ട് 8 കിലോമീറ്റർ ഉള്ളു നമുക്ക്. പക്ഷെ നമ്മൾ അതും കഴിഞ്ഞ് സൂര്യനെല്ലിക്കാണ് പോണത്. അപ്പൊ ഇവിടെ ഒരു അടിപൊളി വ്യൂ കാണിച്ചു തരാം. അടിപൊളി വ്യൂ കണ്ടപ്പോ നിർത്തിയതാണ്. കറക്റ്റായിട്ടുള്ള നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് മൂന്നാർക്ക് 8 കിലോമീറ്ററും. ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് മൗണ്ടൻ റിസോർട്ടിന് മുമ്പിലാണ്. മൗണ്ടൻ റിസോർട്ടിന് മുമ്പിലാണ് ഇപ്പൊ. അതേ ഞങ്ങളുടെ മുമ്പിൽ ഇതുണ്ട ഇതൊരു ഹോട്ടലാണ്. അപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഹോട്ടലാണ്. അവരത് പണിതുകൊണ്ടിരിക്കണുള്ളൂ. അവിടെ നിന്നുള്ള വ്യൂസ് ആണ്. അവര് ഇത്ര നേരം ഞാൻ നോക്കിയെന്ന് വെച്ചു. അവിടെ വിറ്റാരായിട്ടാണ് വന്നത്. നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടുന്ന് പോയിട്ട് സൂര്യനെല്ലിക്ക് ഇവിടുന്ന് ഒരു 20-25 കിലോമീറ്റർ ഉണ്ട്. അധികം നേരം നമ്മൾ നിന്ന് വരുമ്പോ പിന്നെ വൈകൊണ്ടിരിക്കും. അപ്പൊ അതിനുശേഷം നമുക്ക് നേരെ സൂര്യനെല്ലിയിൽ എത്തിയിട്ട് നമുക്കിനി ബാക്കി കയറാം. ഓക്കെ, മൂന്നാർ സ്റ്റാൻഡ് എത്തി ഗൈസ്. നമ്മളെ മൂന്നാറിലോട്ട് കയറി. ഇനി ഇവിടുന്ന് ഒരു 31 കിലോമീറ്റർ ഉണ്ട് നമുക്ക്. ഞാൻ നേരത്തെ 25 പറഞ്ഞ 31 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. കറക്റ്റ് മൂന്നാർ ജംഗ്ഷനിൽ നിന്ന് സൂര്യനെല്ലിക്ക് 31 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അതിന് മുമ്പ് മോളിൽ നിന്ന് മഴക്കുള്ള നല്ല ഹോളുണ്ട് നമുക്ക്. ഗായ്സ്, ഇവിടുന്ന് കുമ്മളി തേനി ഇങ്ങനെയൊക്കെ പോകാം. അപ്പൊ അങ്ങനെ പോണ വഴിയിലുള്ള ടോളിലോട്ട് കയറിയിരിക്കുക. പറയുന്നത് അരില്ലേ പഴയ പറയാ. ഫാസ്റ്റ് ട്രാക്ക് എടുക്കുമെന്ന് അറിഞ്ഞൂടെ ഗൈസ്? തുറക്കോ? യെസ് ഗൈസ്, ഫാസ്റ്റ് ട്രാക്ക് തുറന്നു. വണ്ടി ഓഫാക്കിയ പടപടി അപായത്തിന് ഫാസ്റ്റാക്കിന് കാശുണ്ട്. അതുകൊണ്ട് ഓക്കെ. അല്ലെങ്കിൽ തിരിച്ചു വന്നും കൂടി നമ്മൾ പടക്കണ്ടാവുന്നതിന് 40 രൂപ ഉണ്ടാ. ഫുള്ള് കോടറങ്ങി ഗൈസ്. മൊത്തം കോട. താഴോട്ട് ഇറങ്ങി തുടങ്ങി കോട. റോഡ് കാണാൻ പറ്റൂ. റോഡ് ഫുൾ കോട. വളച്ചോ പണിപ്പാളി ഗൈസ്. നമ്മളിപ്പോ ഉള്ളത് ചിന്നക്കനാൽ വരെ നമുക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മ നോക്കുമ്പോ നമുക്ക് പോണ്ട സ്ഥലം കുറച്ചൊന്നും മാറിപ്പോയി. നമ്മളിപ്പോ നോക്കുമ്പോ 45 കിലോമീറ്റർ അങ്ങോട്ട് കാണിക്കണ്ട്. അപ്പൊ ഇവിടെ ചിന്നക്കനാലിൽ വളർന്നിട്ട് ഇനി നേരെ ഓപ്പോസിറ്റ് എടുത്ത് പോകണം. അല്ലാണ്ട് ഇനി നടക്കൊന്നുമില്ല. വഴി ചെറുതായിട്ട് മാറി. വണ്ടി വളച്ച് വരുന്നുണ്ട്. അവരവിടെ ചോദിക്കാൻ പോയി. ചോദിച്ചിട്ട് ഇനി എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇനി ഇവിടെ നിന്ന് ഇനി തിരിച്ചോടണം. നമ്മൾ വന്ന വഴി മൊത്തം തിരിച്ചോടണം. എനിക്ക് തോന്നുന്നുണ്ട് ടോള് വരെ ഇനി തിരിച്ചോടണ വരുമെന്ന് തോന്നുന്നുണ്ട്. എല്ലപ്പെട്ടിയാണ് നമുക്ക് പോകേണ്ടത്. എല്ലപ്പെട്ടിക്കല്ല നമുക്ക് വന്നിരിക്കണത്. ചിന്നക്കനാൽ മുമ്പാണ് എല്ലപ്പെട്ടി വരുന്നത്. എന്തായി അങ്ങോട്ടായിരുന്നോ പോണ്ട? മുന്നോട്ടോ? 9 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് തിരിച്ച് നേരെ മൂന്നാർക്കലാണ്. എന്നിട്ടാണ് എല്ലപ്പെട്ടിക്ക് പോയത്. വഴി ഞാൻ പറഞ്ഞ പോലെ തന്നെ മാറിപ്പോയതാണ്. നമ്മള് മൂന്നാറിൽ നിന്ന് തിരിയേണ്ടതായിരുന്നു. മൂന്നാറിൽ നമുക്ക് തിരിയാണ്ട് നേരെ കയറി പോകുന്നതാണ്. അപ്പൊ അതാണ് പണിപ്പോയത്.
ഒരു ടോളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി മിക്കവാറും. ആ ടോളൊന്നും കൂടി കയറേണ്ടി വരും. ഇനി 9.7 കിലോമീറ്റർ ഉണ്ട്. ഡ്രൈവറായിട്ടുള്ളവൻ ചിരിക്കുന്നു, ബാക്കി എല്ലാവരും ഉറക്കത്തിലാണ്. പിന്നെ എന്തായാലും ഇനി മൂന്നാറെത്തിട്ടോ. നീണ്ട സമയത്തിന് ശേഷം ആളുമകളുള്ള ഒരു ടൗണിലോട്ട് എത്തി. ഇതിൽ കൂടെയാണോ? ഓ ഗൈസ്, ഇതെന്തോ മാർക്കറ്റോ എന്താണ് വേണ്ട. അവിടത്തോടെ മറ്റേ ആനനെ കണ്ടില്ല. ആ ഇവിടെ ചോദിക്കണോ? ചോദിച്ചോക്കോ അണ്ണാ. എല്ലപ്പെട്ടു പോവാൻ ഫസ്റ്റ് റേറ്റോ? ഡാം ഗൈസ്, മാട്ടുപ്പെട്ടി ഡാം. പോയിട്ട് വരുമ്പോ കയറാം. നമുക്ക് ഇതിൽ കൂടെ അങ്ങനെ പയ്യെ മൂവ് ചെയ്യാം. ബോട്ടിങ് അവിടെ ഉണ്ട്, പക്ഷെ ബോട്ടിങ് പണിപ്പാളി ഗൈസ്. ഇതുണ്ട ഫ്രണ്ടില് മരം വീണു, അടിപൊളി. KCB കാരാണോ വന്നിട്ടുണ്ട്. ഫോണൊക്കെ നോക്കണം. എന്താ പോയി അവിടെ എത്തുമ്പോൾ കറക്റ്റ് ആയിട്ടാണ് മരം വീണത്. നമ്മുടെ മുമ്പിലുള്ള ഒരു വണ്ടി അവർ ഓവർടേക്ക് ചെയ്ത് കിടക്കാൻ വേണ്ടി ഹൈദരാബാദാണ്. അവർ ഓവർടേക്ക് ചെയ്ത് തകർത്ത് പോകാൻ. അതിന് മുമ്പ് പോകാൻ മലക്കി പിടിച്ചിരുന്നെങ്കിൽ മരം നമ്മുടെ നെഞ്ചത്തിരുന്നതിന് മിക്കവാറും. ജസ്റ്റ് മിസ്സിനാണ് ഞാൻ രക്ഷത്, ജസ്റ്റ് മിസ്. അല്ലെങ്കിൽ തലയിലിരുന്നതിന് മിക്കവാറും. അതവിടെ ഫോറസ്റ്റുകാർ വന്നിട്ട്, ഫോറസ്റ്റുകാർ അപ്പം തന്നെ വന്നിട്ട് അത് വീണ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഫോറസ്റ്റുകാർ വന്നപ്പോൾ തന്നെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ക്ലീൻ ചെയ്തിട്ടിരിക്കണം. അപ്പുറത്തുനിന്ന് വണ്ടികൾ ഉറപ്പുണ്ട് കണ്ടോ. വണ്ണന്മാരത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്തിട്ട് കാണാം. കാലത്തിനേക്ക് മുമ്പായിട്ട് സെറ്റപ്പ് വ്യൂ കണ്ടപ്പോ ഒന്ന് നിർത്തിയതാണ്. അതണ്ട ആന കൂട്ടോട്ടിക്കണ് കേസ്. വ്യൂ കണ്ടപ്പോ നിർത്തിയതാണ് നമ്മൾ. അവിടെ പുഴയുണ്ട്. അപ്പൊ അവര് എന്തെങ്കിലും കഴിക്കാനും ആ പുഴയിൽ ഇറങ്ങാനും വന്നതായിരിക്കും. തൊഴിൽ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി മൂവ് ചെയ്യാം. അവിടെ എത്തിയിട്ട് കാണാം, വണ്ടി ഓടിക്കണം. അണച്ചു പോയി എന്ന് വെച്ചാ ഇത്രയും വലിയ മല നമ്മ അടിയിലായിരുന്നു. അടിയിലുണ്ട്, ലോറി കിടക്കണ്ട. അവിടെ ഇരുന്ന് അവിടെ നമ്മ ഇത്രയും വലിയ മല മുകളിലോട്ട് കയറി. എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. ഇത്രയും വലിയ മലയുടെ മുകളിൽ നമ്മ കയറി. ഇത് നമ്മളെ നോക്കിയിട്ടുണ്ട്. സാർമാര് അവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥലം കണ്ടോ ഗൈസ്. സ്റ്റേഷനടുത്താണ് സാർമാർ നമ്മളെ തൊട്ട് സൈഡാണ്. പക്ഷെ ഇത് നമ്മൾ വട്ടവടക്കം ഒരു സ്ഥലവും അതാണ് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ കയറി പക്ഷെ സ്ഥലം ഇതാണെന്ന് കട്ട് വട്ടവടക്ക് അങ്ങോട്ടാണ് വട്ടവടക്ക് പോണത്. നമ്മള് വട്ടവട വരെ പോയി എന്നിട്ട് അവിടെ തിരിച്ചു ശരിക്കും കണക്കാണ് കേസ്. സാറുമാര് താഴത്തുനിന്ന് മുന്നോട്ട് നോക്കണ്ട, നമ്മൾ വിട്ടു കൊടുക്കും. നമ്മൾ ടാറ്റ കൊടുത്ത് അവരിങ്ങോട്ട് വരുമ്പോ തന്നെ പറഞ്ഞു കയറണ്ട, ഇവിടെ വലിയ കുഴപ്പമില്ലെങ്കിലും വേറൊരു മലയിൽ കയറണം, എന്നാലും ഇവിടെ കയറണമെന്ന് പറഞ്ഞു. നമ്മളത് കേട്ടില്ല കേസ്. നമ്മളത് കയറുമ്പോൾ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ആകെ ഈ മല ഇത്ര ഉള്ളൂ. ഇത്രയും ചെറിയൊരു ഏരിയക്ക് ആയതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും നമുക്കില്ല. പക്ഷെ ഇനി ഇവര് കാണാണ്ട് നമുക്ക് ഇറങ്ങിപ്പോണം. പിന്നെ അവിടെ നിന്നും ഇവര് കാണാണ്ട് നമുക്ക് ഇറങ്ങിപ്പോണം. അപ്പുറത്തെ ഇപ്പുറത്തെ പോലീസുകാരെ കോപ്സാണ് ഗൈസ്, ഫുൾ കോപ്സാണ്. അപ്പൊ അവര് കാണാണ്ട് നമുക്ക് ഇറങ്ങിപ്പോണം. ഇപ്പൊ എവിടെ ബ്രെഡും ജാമും തിന്നാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചാണ്. ബിസ്ക്കറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അയ്യോ, ഒരു ബിസ്ക്കറ്റ് എൻ്റെ കയ്യിലാണ് ഗൈസ്. ബ്രെഡും ജാമും ഉണ്ട്, ഈ വെള്ളമുണ്ട്. ഇത് മഴ പെയ്ത റെയിൻ കോട്ട് 50-50.
ഓ ഗൈസ് എല്ലാവരും റെസ്റ്റിങ്ങിലാണ്. അപ്പൊ ഗൈസ് ഇനി ഇവിടെ നിന്ന് ഇറങ്ങണം. ഞാൻ വല്ലാണ്ട് ഭയങ്കര പുത്തനുള്ള ഇതിന്ന് പെട്ടെന്ന് കയറി വന്നതിന്റെ ഒരു ചങ്കടിപ്പും ആ ഒരു ഇതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും പറയാൻ കിട്ടണല്ല. ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങണേക്ക് മുമ്പ് ഞാൻ തിരിച്ചു വരാം ഗൈസ്. കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ. പച്ചമാരെ നമ്മള് മൂന്നാറിൽ നിന്ന് ഇറങ്ങി നേരെ ഇപ്പൊ ആലുവയിലോ എന്നിട്ടപ്പോ ഈ മന്തിക്കടയ്ക്ക് ഇറങ്ങി വെച്ച് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. രാവിലെ ബ്രെഡ് ജാമും കഴിച്ച് അപ്പൊ പിന്നെ അല്ലറ ചായയൊക്കെ കുടിച്ചാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നൊരു പ്ലാനിങ് ആയിരുന്നല്ലോ. അപ്പൊ ചെറിയൊരു വ്ളോഗായിട്ട് എടുക്കാന്ന് വിചാരിച്ചതാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ കയറി ഫുഡ് കഴിക്കട്ടെ. ഇനി ഫുഡ് കഴിക്കാൻ കൂടി വെറുതെ നിങ്ങളെ കാണിക്കണ്ടല്ലോ, അതൊരു വേണ്ട ഇതാവും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ ഫുഡ് കഴിക്കണമെന്നെല്ലാം ഉൾപ്പെടുത്താം. അപ്പൊ കുറച്ച് തിരക്കുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ.